ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. വിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ വർഷം 2025 ഫെബ്രുവരി 11 തൈപ്പൂയം വരുന്നത്. ഭഗവാൻ മുരുകന് തൈപ്പൂയ നാളിന് മുൻപായി 48 ദിവസങ്ങൾ അല്ലെങ്കിൽ 21 ദിവസങ്ങൾ വ്രതമിരുന്നു കൊണ്ട് അനേകായിരം ഭക്തർ ഈ തൈപ്പൂയം ആഘോഷിക്കുന്നു. ഇനി 48 ദിവസങ്ങൾ അല്ലെങ്കിൽ 21 ദിവസങ്ങൾ വ്രതം ഇരിക്കാൻ സാധിക്കാത്തവർ തൈപ്പൂയത്തിന് മുൻപുള്ള 9 ദിവസങ്ങൾ അതല്ലെങ്കിൽ 6 ദിവസങ്ങൾ വ്രതമെടുക്കാം. ഈ ദിവസങ്ങളിൽ ഒരു നേരം മാത്രം ഭക്ഷണം ഒഴിവാക്കി വ്രതം ഇരിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് സാധിക്കാത്തവർ അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ വളരെ ലളിതമായ രീതിയിൽ ഭക്ഷണങ്ങൾ എടുത്ത് ഭഗവാൻ മുരുകൻ്റെ തിരുപ്പുകഴോ വേൽമാറലോ കന്തറലങ്കാരം സ്കന്ദഷഷ്ടി തുടങ്ങിയവ പാരായണം ചെയ്തുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ വ്രതനാളുകളിൽ മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കുക. അടുത്തുള്ള മുരുകൻ ക്ഷേത്രത്തിൽ പോയി തൊഴുത് വ്രതം തുടങ്ങുന്നത് വളരെ ഉചിതം. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഭഗവാൻ മുരുകനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് 6 ദിവസങ്ങൾ വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് തൈപ്പൂയത്തിൻ്റെ അന്ന് ഭക്ഷണമൊന്നും എടുക്കാതെ ഇനി ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കാത്തവർ പാലും പഴവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് വ്രതമിരിക്കാം. വൈകുന്നേരം ദീപം വയ്ക്കുന്നതോടുകൂടി വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം. പീരിയഡ്സ് ആയ സ്ത്രീകൾക്ക് വ്രതം ഇരിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. വിളക്ക് വയ്ക്കാൻ സാധിക്കില്ല എന്ന് മാത്രം. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അറിയാവുന്ന മന്ത്രങ്ങൾ രാവിലെയും വൈകിട്ടും ചൊല്ലാൻ ശ്രമിക്കുക. ഇതൊന്നും അറിയില്ല എങ്കിൽ പോലും ഓം ശരവണ ഭവ എന്നുള്ളൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ മുരുകൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം മുന്നിൽ നിന്ന് വഴി നടത്തും. അത് തന്നെയാണ് തൈപ്പൂയ വ്രതത്തിൻ്റെ ഏറ്റവും വലിയ നന്മയും ശക്തിയും. പാർവതി ദേവി ഭഗവാൻ സുബ്രഹ്മണ്യന് വേല് നൽകിയ ദിവസം കൂടിയാണ് ഈ തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വേല് വെച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. വേലും മുരുകനും ഒന്നു തന്നെയാണ്. പല ക്ഷേത്രങ്ങളിലും വിഗ്രഹത്തിന് പകരം വേല് മാത്രം വെച്ചുകൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് പൂജ ചെയ്യുന്നു എന്നുള്ളത് ആ വേലിൻ്റെ പ്രശസ്തിയും ആ മഹിമയും എടുത്തു കാട്ടുന്നു. തൈപ്പൂയ നാളുകളിൽ കാവടി എടുക്കുന്നത് അല്ലെങ്കിൽ പാദയാത്ര ചെയ്തുകൊണ്ട് സുബ്രഹ്മണ്യനെ ദർശനം ചെയ്യുന്നത് ഇതെല്ലാം ഭക്തർ അവരവരുടെ പ്രാർത്ഥനകൾക്കനുസരിച്ച് തൈപ്പൂയ നാളിൽ ചെയ്തു വരുന്നു. തൈപ്പൂയ നാളിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുത്തുള്ള ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭഗവാൻ സുബ്രഹ്മണ്യനോട് നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനയും പറഞ്ഞുകൊണ്ട് വീട്ടിൽ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ശുദ്ധമായ വെള്ളത്തിൽ തുടച്ച് വിഗ്രഹമാണെങ്കിൽ അഭിഷേകം ചെയ്തുകൊണ്ട് ചന്ദനം കുങ്കുമം വയ്ക്കുക. എന്നിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഇനി പൂക്കൾ ഇല്ലാത്ത പക്ഷം തുളസി ഇലയെങ്കിലും ഭഗവാന് സമർപ്പിക്കുക. സാധിക്കുമെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യന് ഓം വിളക്കോ അല്ലെങ്കിൽ ഷഡ്കോണ വിളക്കോ തെളിയിക്കുക. ഈ വിളക്കുകൾ കയ്യിലില്ലാത്ത പക്ഷം 6 മൺചിരാതുകളിൽ നല്ലെണ്ണയൊഴിച്ച് അല്ലെങ്കിൽ നെയ്യൊഴിച്ചുകൊണ്ട് ദീപം തെളിയിക്കാവുന്നതാണ്. വേല് അല്ലെങ്കിൽ മുരുകൻ്റെ വിഗ്രഹം വീട്ടിലുള്ളവർ അഭിഷേകം ചെയ്തുകൊണ്ട് ഇതേ ദിവസം പൂജ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. പാലഭിഷേകം ചെയ്യുമ്പോൾ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു. തൈര് അഭിഷേകം സന്താന സൗഭാഗ്യം. ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ മനസ്സിനും കുടുംബത്തിനും സമാധാനവും സൗഖ്യവും ലഭിക്കുന്നു. സാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലയിലുള്ളവർ പ്രശസ്തിക്ക് വേണ്ടി പഴവർഗ്ഗങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴും പേരും പ്രശസ്തിയും അന്തസ്തും ലഭിക്കുന്നു. ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് സകല സൗഭാഗ്യങ്ങളും, മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ദീർഘ സുമംഗലി വരവും ലഭിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു 3 അല്ലെങ്കിൽ 5 വസ്തുക്കൾ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യാവുന്നതാണ്. ഒറ്റ സംഖ്യയിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തൈപ്പൂയ നാളിൽ ഭഗവാന് നിങ്ങളെ കൊണ്ടാവുന്ന നൈവേദ്യം വയ്ക്കാവുന്നതാണ്. പഞ്ചാമൃതമോ പാലോ ശർക്കരയോ പഴമോ മുന്തിരിയോ തേങ്ങയോ എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് നമുക്ക് നൈവേദ്യമായി വെച്ചുകൊണ്ട് ഭഗവാന് നൈവേദ്യമായി വെച്ചുകൊണ്ട് പൂജ ചെയ്യാവുന്നതാണ്. സാധിക്കുമെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പായി ഒരു ഷഡ്കോണം കോലം വരച്ചുകൊണ്ട് ഓം ശരവണ ഭവ എന്നീ 6 എഴുത്തുക്കൾ ചുറ്റിലുമായി എഴുതി ഒരു പുഷ്പം വെച്ച് പൂജയ്ക്കൊരു നിറവ് വരുത്താവുന്നതാണ്. 12 മാസങ്ങളിൽ 1 മാസം മാത്രം ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള
മാസങ്ങളെല്ലാം ഭഗവാൻ നിങ്ങളുടെ ഒപ്പം നിന്ന്, കുടുംബത്തിൻ്റെ ഒപ്പം നിന്ന് സകല സൗഭാഗ്യങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ വഴി നടത്തുന്നതായിരിക്കും. തൈ മാസത്തിൽ പൂയം നക്ഷത്രത്തിൽ പൗർണമി തിഥിയും ചേർന്ന് വരുന്ന ദിവസം നമ്മൾ തൈപ്പൂയമായി ആഘോഷിക്കുന്നു. ഈ 2025 ഫെബ്രുവരി മാസം, തൈ പിറക്കുമ്പോൾ ഫെബ്രുവരി മാസം 11 തീയതിയാണ് പൂയം നക്ഷത്രവും പൗർണമി തിഥിയും ഒന്നിച്ച് വരുന്നത്. ഏതാണ് കൃത്യമായിട്ടുള്ള വഴിപാട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിളക്ക് വയ്ക്കേണ്ട സമയം എന്നുള്ളത് വളരെ കൃത്യമായി നോക്കാം. ഫെബ്രുവരി 11 തീയതി 6:55 വരെ ചതുർത്ഥിയും അതിനുശേഷം പൗർണമി തിഥിയുമാണ്. അതേപോലെ 10 തീയതി രാത്രി 7:12 പൂയം നക്ഷത്രം തുടങ്ങുന്നത്. അത് 11 തീയതി 7:31 വരെ പൂയം നക്ഷത്രമുണ്ട്. അപ്പോൾ ഈ തൈപ്പൂയ പൂജ രാത്രി ഒരു 6:55 മുതൽ 7:00 ദീപം വെച്ച് വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മുരുകൻ്റെ വിഗ്രഹം അതെൻ്റെ ഒരുപാട് നാളത്തെ വലിയൊരു ആഗ്രഹമാണ്. അത് ഭഗവാൻ മുരുകന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ അതിനൊരു സമയമുണ്ട്, നേരവും കാലമൊക്കെ ഉണ്ടെന്ന് പറയും. മുരുകൻ്റെ വിഗ്രഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് നടന്നിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അപ്പോൾ ഇങ്ങനെ പറയേണ്ടതെന്നറിയില്ല. ഹസ്ബൻഡ് എനിക്ക് ഈ വിഗ്രഹം ഗിഫ്റ്റായിട്ട് തന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ നിമിഷം വരെ എനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് എത്രയോ എന്താ പറയുക, കാത്തിരുന്ന് ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കിട്ടുക എന്ന് പറയില്ലേ, അപ്പോൾ അതേപോലെയാണ് എനിക്ക് ആ ഒരു അനുഭവം. അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയില്ല, അത്രയും മനോഹരമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് എങ്ങനെയാണ് മുരുകനെ ഡെക്കറേറ്റ് ചെയ്യേണ്ടത്, അലങ്കാരം ചെയ്യേണ്ടത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൊക്കെ എഴുതി കൊടുക്കില്ലേ, അപ്പോൾ അതേപോലെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ, കാരണം ഒരുപാട് വിഗ്രഹങ്ങളും നമ്മളിങ്ങനെ എന്താ പറയുക മൊബൈലിൽ കുറേ റീൽസ് കാണുന്നു അല്ലെങ്കിൽ കുറേ ഫോട്ടോസ് കാണുന്നു. അപ്പോൾ മുരുകൻ്റെ വിഗ്രഹമൊക്കെ നോക്കി കണ്ട് അങ്ങനെ കൊതിച്ചിരുന്നൊരു സമയത്താണ് എനിക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഹസ്ബൻഡ് എനിക്കൊരു വലിയൊരു ഒരു സർപ്രൈസായിട്ട് എനിക്കിത് കിട്ടുന്നത്. അപ്പോൾ അതേ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഈ തൈപ്പൂയ വ്രതം എങ്ങനെയാണ് ആ ദിവസം ആചരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുക എന്ന് കരുതി 48 ദിവസങ്ങൾ വ്രതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ 21 ദിവസങ്ങൾ വ്രതം എടുക്കാമെന്നുള്ളൊരു വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 വീഡിയോസും മിസ്സായി പോയവർക്ക് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ 6 ദിവസങ്ങൾ അല്ലെങ്കിൽ 9 ദിവസങ്ങൾ, ഇനി ഇത് 2 മിസ്സായി പോയി കഴിഞ്ഞാൽ തൈപ്പൂയ വ്രതം നാളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലൊരു ഉത്തരമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, ഇത്രയും ദൂരം നമ്മുടെ വീഡിയോ കണ്ടതിൽ. അതേപോലെ തന്നെ ഷഡ്കോണ വിളക്ക്, മുരുകൻ്റെ വിഗ്രഹം തുടങ്ങിയിട്ടുള്ള ബ്രാസ് വിളക്കുകൾ, ബ്രാസ് ഐറ്റംസ്, പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ദശാംഗം, കപ്പ് സാമ്പ്രാണി തുടങ്ങിയിട്ടുള്ള പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യുക. നമ്പറും വെബ്സൈറ്റും നമ്മൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനുക്കേ.